പസർ ഹോക്കർ ആമിനയുടെ മടിത്തട്ടിൽ സന്താനമായി മുബാരക് ബാദ് ദേനെ കെ ലിയേ റൂഹുൽ അമീൻ ആയേ. നബിയുടെ ജന്മത്തെ തുടർന്ന് ആശംസകൾ അറിയിക്കാൻ മലക്ക് ജിബ്രഈൽ വന്നു അലൈഹിസ്സലാത്തു വസ്സലാം. ജനാബ് ആമിന की गोद में आया पसर होकर मुबारक बाद देने के लिए रूहुल अमीन आए. ആമിനയുടെ മടിത്തട്ടിൽ സന്താനമായി വന്നപ്പോൾ റൂഹുൽ അമീനായ ജിബ്രീൽ വന്നു ആശംസകൾ അറിയിക്കാൻ. അമീന ജിൻസെ വഹദത്ത് ആയേ, മനുഷ്യവർഗം ഒന്നാണെന്ന പ്രഖ്യാപനത്തിന്റെ വിശ്വസ്ത നായകൻ വന്നു. ജിൻസെ വഹദത്ത്, ഒറ്റ വർഗം. ഹിന്ദുസ്ഥാനിയാണ്, ഇന്ത്യയുടെ കവിയാണ്. അമീന ജിൻസെ വഹദത്തെ ആയേ ഖതമുൽ മുർസലീൻ ആയേ, അന്ത്യപ്രവാചകൻ വന്നു. മുഹമ്മദ് മുസ്തഫ മഹബൂബ് റബ്ബുൽ ആലമീൻ ആയേ, റബ്ബുൽ ആലമീന്റെ പ്രിയപ്പെട്ട സ്നേഹവാചനമായ മുഹമ്മദ് മുസ്തഫ വന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി പറയുകയാണ്, ആരും നിങ്ങളുടെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരെ എൻ്റെ ദാസൻ എന്ന് വിളിക്കരുത്, എൻ്റെ അടിമ എന്ന് ഒരാളെ വിളിക്കരുത്. മൈ സർവൻറ്റ്. ഇംഗ്ലീഷിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് പോലും കൊടുക്കുന്ന വാക്കാണ് സർവൻറ്റ്. നബി നിരോധിച്ച വാക്കാണ്. സർവ് എന്ന് പറഞ്ഞാൽ സേവിക്കുക, സർവൻറ്റ് എന്ന് പറഞ്ഞാൽ അടിമ, സേവകൻ. നിങ്ങളെ കീഴിലുള്ള വർക്കേഴ്സിനെ സർവൻസ് എന്ന് വിളിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു പുരോഗമനം. 1500 വർഷം മുമ്പ് മനുഷ്യനെ എങ്ങനെ ഓണർ ചെയ്യുന്ന, ഇത്ര ആദരിക്കുന്നു. എൻ്റെ സെർവൻറ്റ്, എൻ്റെ ദാസൻ എന്നൊരാളെ കുറിച്ച് പറയരുത്. എൻ്റെ ദാസി എന്ന് പറയരുത് സ്ത്രീയാണെങ്കിൽ. പകരം എന്ത് പറയണം? എൻ്റെ ബാലൻ എന്ന് പറയൂ, എൻ്റെ ബാലിക എന്ന് പറയൂ, എൻ്റെ കുട്ടി. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അടിമ എന്ന് പറയൂ, എൻ്റെ കുട്ടി എന്ന് പറയൂ, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പക്കാരൻ എന്ന് പറയൂ. എൻ്റെ ചെറുപ്പക്കാരനാണ്.